ചോദ്യങ്ങൾ വരുന്നത്. ആ ചോദ്യം ഇത് പ്രധാനമന്ത്രി അറിഞ്ഞേയില്ല, അദ്ദേഹം അറിയാതെ എന്തോ ഒരു കാര്യം സംഭവിച്ചു, രാഷ്ട്രീയമായി അറിഞ്ഞേയില്ല എന്ന് പറയുമ്പോഴാണ് വേണു പറഞ്ഞ, അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുന്ന മുൻകാലത്ത് നടന്ന ചടങ്ങുകളെക്കുറിച്ചുള്ള ചർച്ചകൾ, മോഡി എന്ന പ്രധാനമന്ത്രി, ആ വ്യക്തി ഇതിനോടെടുക്കുന്ന സമീപനം ഒക്കെ പ്രസക്തമാവുകയാണ്. കാരണം ഇതല്ലെങ്കിൽ ഇപ്പോൾ രാജേഷ് പറഞ്ഞ പോലെ നടക്കട്ടെ, ഈ ശ്രീധരൻ ആ വേദിയിൽ ഉണ്ടാവട്ടെ, പ്രതിപക്ഷ നേതാവ് ഉണ്ടാവട്ടെ, എല്ലാവരും ഉണ്ടാവട്ടെ. അത് ഉണ്ടാവുക തന്നെയാണ് വേണ്ടത്. ഒരു വികസന പദ്ധതി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കത് ഗുണകരമാവുമ്പോൾ അതിൽ കല്ല് കടിക്കരുത്. പക്ഷേ ഇതിന് പറയുന്ന ന്യായങ്ങൾ വിട്ടുപോയത് വിശ്വസനീയമല്ലാതെ വരുന്നത് നേരത്തെ വേണു പറഞ്ഞതും നമ്മളൊക്കെ പറഞ്ഞതുമായ മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ്. അവിടെയാണ് മോഡിയുടെ ഇൻ്റഗ്രിറ്റി അർത്ഥത്തിൽ നമ്മൾ ചോദ്യം ചെയ്യുന്നത്. മോഡി അറിയാതെ ഏതോ ഒരു SP ജില്ല ഉദ്യോഗസ്ഥന് എഴുതി കൊടുത്തു. നേരത്തെ ചോദിച്ചല്ലോ, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ചോദിച്ചല്ലോ, ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടെങ്കിൽ ക്രമസമാധാന പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അത് സംസ്ഥാന DGPയോട് ചോദിച്ചോ, ഇങ്ങനൊരു പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ വരാമോ പോകാമോ? അത് ചോദിച്ചില്ലല്ലോ. അത് ചോദിക്കാതിരുന്നു. ഉമ്മൻചാണ്ടിയോട് ഒരു യോജിപ്പുമില്ലെങ്കിൽ പോലും, മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി എന്ന് കണക്കിലെടുത്താൽ പോലും, പ്രധാനമന്ത്രി ഒരു ചടങ്ങിൽ വരുമ്പോൾ SPG കുഴപ്പം, അല്ലെങ്കിൽ സുരക്ഷാ കുഴപ്പം, അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിഷേധമുണ്ടാവും എന്നൊക്കെ പറഞ്ഞു മാറ്റി നിർത്തുന്നതിന് ആധികാരികമായ രേഖ വേണം. ഇവിടെ ഒരു രേഖയുമില്ല. എനിക്കറിയില്ല, മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോഴെങ്കിലും മറുപടി കൊടുത്തു കാണാൻ വഴിയില്ല. കാരണം രാഷ്ട്രീയമായി എടുക്കുന്ന തീരുമാനത്തിന് എങ്ങനെയാണ് ഔദ്യോഗികമായി മറുപടി കൊടുക്കുക? ഔദ്യോഗിക വിശദീകരണങ്ങൾ രാഷ്ട്രീയ നിലപാടിന് വൈരുദ്ധ്യമുണ്ടാകുന്നു. അതിൻ്റെ പ്രതിസന്ധിയാണ്. ഇവിടെ ഇപ്പോൾ ശ്രീധരനായാൽ ആരും ചോദിക്കാനില്ല. ആരാ ചോദിക്കാൻ? രാഷ്ട്രീയ നേതാക്കളൊക്കെ വേണമെങ്കിൽ എല്ലാവർക്കും കിട്ടിയാൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുമായിരുന്നുവെങ്കിൽ എനിക്കറിയില്ല ഹൈബി ഇതിൽ ഇത്ര ഇടപെടുമെന്ന്. ഞാനത് കുറ്റം പറഞ്ഞതല്ല. ഹൈബിയും ഞാനും ശ്രീധരനെ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തി, സ്ഥിരം കാണുന്ന വ്യക്തികളാണെന്നുള്ളതിലേക്ക് ഞാൻ അത് കുറച്ച് കാണുകയല്ല. ഞാൻ പറഞ്ഞത് ശ്രീധരനെ ഒഴിവാക്കിയാൽ ആര് ചോദിക്കാൻ? അതിപ്പോൾ അങ്ങനെ അങ്ങ് പോവും. ശ്രീധരൻ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ കാണും. പക്ഷേ അവിടെ വേണു ഈ ഔദ്യോഗികമായ ന്യായീകരണങ്ങൾ ഒന്നും തന്നെ നിലനിൽക്കുന്നതായി നമുക്ക് തോന്നുന്നില്ല. ശരി, ശ്രീ VV രാജേഷ്, ഈ വെള്ളാപ്പള്ളി സംഭവം, ഇപ്പോൾ ഈ പറയുന്ന മെട്രോ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്ക, ഇവിടെയൊക്കെ ഒറ്റ കാര്യമേ ഉള്ളൂ, ചില നിർബന്ധ ബുദ്ധിയോടെയുള്ള ഒഴിവാക്കലുകൾ, മറ്റൊന്നുമല്ല നീതീകരണമായി വരുന്നത്. അല്ലെങ്കിൽ അത് ബോധം, ശ്രീ CR ചൂണ്ടിക്കാട്ടിയതുപോലെ അത് ഗൗരവബുദ്ധിയാ ബോധിപ്പിക്കേണ്ടതുണ്ട് ഒരു സർക്കാരിനെ, ഒരു ജനസമൂഹത്തെ ഒന്നാകെ എന്നൊന്നും പറയുന്നില്ല, ഒരു സർക്കാരിനെ. അങ്ങനെയെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് മറുപടി കൊടുക്കണമായിരുന്നു. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നടക്കുന്നത് ഒഴിവാക്കലാണ്. അല്ല വേണു, മെട്രോ റെയിലിൻ്റെ ഉദ്ഘാടനവും കൊല്ലത്ത് മുമ്പ് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും രണ്ടും ഒരേ ത്രാസിൽ വെച്ച് തൂക്കരുത്. ഒരു പ്രൈവറ്റ് പരിപാടിയും ഗവൺമെൻറ് പ്രോഗ്രാമും തമ്മിലുള്ള എൻ്റയർലി അതിന് ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യണം. നമ്മൾ പ്രേക്ഷകരോട് പറയും വേണം. ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ എന്താണ്? ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ സുരക്ഷാ പ്രശ്നമുണ്ട് എന്ന് അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് SNDPയുടെയും BDJSൻ്റെയും ഒക്കെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശന് എതിരെ കേസെടുത്തത്, UDF സർക്കാരിനെതിരായിട്ടുണ്ടായ പ്രതിഷേധം, പല സ്ഥലങ്ങളിൽ നടന്ന സംഘർഷം, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർക്ക് അവരുടേതായ വിലയിരുത്തലുണ്ടായിരുന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടി അവിടെ വരുന്നത്. ഞാൻ അങ്ങനെയൊക്കെ ഒരു നാടാകുമ്പോൾ ഒരുപാട് ഞാനൊരു ഫോട്ടോ കാണിച്ചപ്പോൾ ഹൈബി ഇങ്ങനെ അസ്വസ്ഥനായാലോ? ഹൈബി ഒച്ച തോൽപ്പിക്കാതെ തെളിവുകൾ കാണിക്കൂ. ഹൈബി ഞാൻ അങ്ങയുടെ സമയത്ത് ഇടപെട്ടില്ലല്ലോ സുഹൃത്തെ. എന്റെ സഹോദരൻ, ഞാൻ ഇടപെട്ടില്ല അങ്ങയുടെ സമയത്ത്. മാന്യതയില്ലാത്ത രീതിയിലൊന്നും ഹൈബി, എന്നെ മാന്യത പഠിപ്പിക്കാൻ കോൺഗ്രസ്സുകാരൻ വളർന്നിട്ടില്ല. എന്നെ മാന്യത പഠിപ്പിക്കാനുള്ള ക്വാളിറ്റി ഹൈബി, എന്നെ മാന്യത പഠിപ്പിക്കാൻ അല്ല, ആ ക്വാളിറ്റി ഒന്നും കുറിച്ച് ചർച്ച ചെയ്യാൻ ഭീഷണിയൊന്നും ഭീഷണിയുണ്ടെന്ന് പറയുന്നത് സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോ. അല്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ലാത്ത എന്ത് ബ്യൂറോയാണ് വെള്ളാപ്പള്ളി നടേശന്റെ കയ്യിലുള്ളത്? അതെ, അതിനുള്ള മറുപടി ഹൈബി. ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് ഹൈബിയുടെ ഇത് വികാരം മനസ്സിലാകും.
ഞാനൊരു രേഖാമൂലം ഒരു ചിത്രം കാണിച്ചപ്പോഴേക്കും നാണം കെട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ വികാരം മനസ്സിലാക്കാനുള്ള ശേഷി എനിക്കുണ്ട്. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഹൈബി, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. നമ്മളതല്ലല്ലോ ചർച്ച ചെയ്ത് കഴിഞ്ഞല്ലോ. എന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യും, ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യാനൊന്നും രാജേഷ് ഒന്നും വളർന്നിട്ടില്ല. ഹൈബിയുടെ ഇന്റഗ്രിറ്റി ഞാനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. അങ്ങൊന്ന് അസ്വസ്ഥനായിരുന്നാൽ മാത്രം മതി. ഇവിടെ ഇപ്പോൾ കൊല്ലത്തെ പരിപാടിയുടെ കാര്യം പറഞ്ഞു, അതൊരു പ്രൈവറ്റ് പ്രോഗ്രാം ആയിരുന്നു വേണു. കൊച്ചി മെട്രോ പ്രൈവറ്റ് പ്രോഗ്രാം ആയിക്കോട്ടെ, കാരണം വേണു അതൊരു പ്രൈവറ്റ് പ്രോഗ്രാം ആയിരുന്നു. ഞാൻ എൻ്റെ വാദം ഞാൻ പറഞ്ഞോട്ടെ. ഇതൊരു ഗവൺമെൻറ് പ്രോഗ്രാമാണ്. ഈ ഗവൺമെൻറ് പ്രോഗ്രാമിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വന്നു, പരിഹരിക്കപ്പെടും. ഇനി CR ഒറ്റ കാര്യം പറഞ്ഞു, പ്രധാനമന്ത്രി വരുമ്പോൾ മുഖ്യമന്ത്രി പോകാതിരിക്കുന്നത്, വിളിക്കാതിരിക്കുന്നത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് അങ്ങ് പറഞ്ഞതിനെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നു. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിക്കൊണ്ട് കുടുംബശ്രീയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി മലപ്പുറത്ത് ആദ്യമായിട്ട് അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന EK നയനാർ ആ പരിപാടിയിൽ പോയില്ല. BJP-കാരൻ്റെ മുമ്പിൽ പോകാൻ ഞാൻ തയ്യാറല്ലെന്ന് EK നയനാർ പൊതുസമൂഹത്തോട് പറഞ്ഞു. അത് പ്രോട്ടോകോൾ ലംഘനമായിരുന്നു, അങ്ങേക്ക് അംഗീകരിക്കാമോ? അത് ഗവൺമെൻറ് പ്രോഗ്രാമായിരുന്നു. CR അംഗീകരിക്കാമോ? CR ഒന്ന് മറുപടി പറയണം. അല്ല, കേരള ഗവൺമെന്റ് പ്രോഗ്രാം ആണെങ്കിൽ കേരള മുഖ്യമന്ത്രി പോണല്ലോ. കേരള മുഖ്യമന്ത്രി പോയില്ല. അന്ന് ഈ തർക്കത്തിലേക്ക് എന്താ ഇല്ലാത്തത്? ഈ തർക്കത്തിൽ അങ്ങുണ്ടോ? എന്താ ആ തർക്കത്തിൽ ഇല്ലാത്തത്? അന്ന് EK നയനാർ പോയില്ല. അങ്ങ് അതും തള്ളി പറയണം. അല്ല, അങ്ങ് അതും തള്ളി പറയണം. ഇനി നേരത്തെ ഇന്ന് രാവിലെ മുതൽ ഞാൻ വരാം, അങ്ങനെയൊക്കെ വരാം. ഒരു സെക്കൻഡ് വേണു. ഇന്ന് രാവിലെ മുതൽ PT തോമസ് ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്ന ബാലിശമായ ഒരു കാര്യമുണ്ട്. PT തോമസ് പലരോടും പറഞ്ഞത് ഞാൻ കേട്ടത്, ഞങ്ങളുടെ കയ്യിൽ ബോംബ് എന്തെങ്കിലും ഉണ്ടോ, പ്രധാനമന്ത്രിയെ ഞങ്ങൾ വെടിവെക്കുമോ? ഞാൻ ചോദിക്കട്ടെ, വേണു ഒരു വിമാനത്താവളത്തിലേക്ക് പോകുന്നില്ല, ഈ PT തോമസ് പോകുന്നു, ഞാൻ പോകുന്നു. അവിടെ നമ്മൾ ചെല്ലുമ്പോഴേക്കും അവിടുത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും നമ്മൾ പാലിക്കണം. നമ്മൾ കൈ ഉയർത്തി നിൽക്കും, നമ്മുടെ ഐഡന്റിറ്റി കാർഡ് കാണിക്കും, നമ്മുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ അവർ കൈയിടും, നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും, നമ്മുടെ പെട്ടി പരിശോധിക്കും. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ VV രാജേഷാണ്, BJP-യുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, ബോംബിനെതിരെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ്, എന്നെ പരിശോധിക്കാൻ പാടില്ല? നോ, അത് അവിടുത്തെ ഒരു പ്രോട്ടോകോളാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം വരുമ്പോൾ വളരെ വലിയ സെക്യൂരിറ്റി ചെക്കപ്പുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷനുള്ള നേതാക്കന്മാർ, അത് ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, ഇന്ദിരാഗാന്ധിയുടെ സുരക്ഷയിൽ നമ്മൾ വീഴ്ച വരുത്തി, നമ്മുടെ രാജ്യത്തിന് വൻ വില കൊടുക്കേണ്ടി വന്നു. അങ്ങനെ വരുമ്പോൾ നമുക്കിതൊക്കെ പാലിക്കേണ്ടി വരും. ഇനി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ശംഖുമുഖത്ത് ഒരു പരിപാടിയിൽ വന്നിരുന്നല്ലോ. അന്ന് സ്റ്റേജിൻ്റെ കൺസ്ട്രക്ഷനും സ്റ്റേജിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളുടെയും ചുമതല ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. ഒരാഴ്ചയോളം അവിടെ താമസിച്ചാണ്, ശംഖുമുഖത്ത് താമസിച്ചാണ് ഞങ്ങൾ ആ പരിപാടി നടത്തിയത്. വേണു 24 മണിക്കൂർ മുമ്പാണ് SPG-കാർ വന്നിട്ട് ഞങ്ങളെയൊക്കെ തന്നെ അതിശയിപ്പിച്ചുകൊണ്ട് വളരെ വലിയ മാറ്റം സ്റ്റേജിൽ വരുത്തണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് വരുത്താൻ സാധിക്കില്ല, വളരെ സാമ്പത്തിക നഷ്ടമാണ്, ഞങ്ങൾക്ക് ഇനി പണി തീർക്കാൻ സാധിക്കില്ല. സത്യത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ 7 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കുക. അവർ പറയുക, യെസ് നിങ്ങൾക്ക് വരുത്താൻ സാധിക്കില്ല, വി ആർ ഗോയിങ് ടു ക്യാൻസൽ ദിസ് പ്രോഗ്രാം. നരേന്ദ്രമോദി ഗുജറാത്തിൽ നിന്ന് യാത്ര തിരിക്കുന്നില്ല, നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. വേണു ഞങ്ങൾ വളരെ പാടുപെട്ടിട്ടാണ് SPG പറഞ്ഞത്. ഞാൻ ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞു അതിൽ ഒരു സ്റ്റേജിൽ ഒരു വാതിൽ കൂടി ഉണ്ടാക്കണം, ഞങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി കമ്പനിപ്പെട്ടു. ഇവിടുത്തെ BJP ഒന്നും പറഞ്ഞ കാര്യമില്ല. അവർ പറയുന്നു ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് മലയാളിയായിട്ടുള്ള തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ, ഇപ്പോൾ അതായത് ഗുജറാത്തിൽ IPS ഓഫീസർ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് സാർ നിങ്ങൾ ഇത്രത്തോളം ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്? അതിനുശേഷം അദ്ദേഹം പറഞ്ഞു 24 മണിക്കൂർ മുമ്പ് ഇന്റർപോളിൽ നിന്നും കിട്ടിയ ഒരു ത്രെട്ട്, ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവന് വില കൊടുത്തേ പറ്റുള്ളൂ. ഇത് ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തിട്ടുണ്ട്, നെഹ്റുവിന് കൊടുത്തിട്ടുണ്ട്, അടൽജിക്ക് കൊടുത്തിട്ടുണ്ട്, മൻമോഹൻ സിംഗിന് കൊടുത്തിട്ടുണ്ട്, നരേന്ദ്രമോദിക്ക് അത് കൊടുക്കണം. പിന്നെ റിയാസ് നരേന്ദ്രമോദിയെക്കുറിച്ച് റിസർച്ച് ചെയ്തതിന് താങ്കൾക്ക് ഞാനൊരു ചുവന്ന ഹാരം വിട്ടു തരാം. ഈ ചർച്ചയിൽ വേണു ഒന്ന് റീപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുക. ഏറ്റവും കൂടുതൽ മോഡി 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 എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അങ്ങ, ഞാനല്ല. ഞാൻ പ്രധാനമന്ത്രി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് ഒരുപക്ഷെ ഒരു വിരോധ ഭക്തി, എതിർപ്പുള്ളതിനെ എതിർത്തൊരു ഭക്തി ഉണ്ടാവുമല്ലോ, അത് CPM-കാർക്കാണ്. CPM-ൽ തന്നെ ഏറ്റവും കൂടുതൽ മോഡിയുടെ ശൈലിയെ ആരാധിക്കുന്നത് മുഹമ്മദ് റിയാസ് ആണെന്ന് എനിക്ക് ചർച്ചയിൽ പറയേണ്ടി വരും. ശരി, ഞാൻ മറ്റതിഥികളിലേക്ക് വരാം. എനിക്കൊരു ഇടവേളയ്ക്ക് പോകണം, ഇടവേളയ്ക്ക് ശേഷം.